അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായിമാർ, മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷത്തിൽ ഒരു ന്യൂ ഇയറിലായിട്ടിക്കടെ ഞങ്ങൾ എല്ലാവരും ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷത്തെ തുടക്കത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞിട്ട് ഒരു അൽഹംദുലില്ലാ ചൊല്ല ഈ ഒരു വർഷ ഹംദ് കൊണ്ട് ഞങ്ങൾ എല്ലാവരും തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വർഷത്തെ ശുഭാശയ ചൊന്നിട്ട് പഠിച്ചോണം. ഈ ഒരു പുതിയ വർഷത്തെ എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു ഞങ്ങൾക്ക് തരട്ടെ. എല്ലാവിധ ഷർറിൽ നിന്ന് പഠിച്ചോണു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പഠിച്ചോ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹിജറ 1447 കഴിഞ്ഞിട്ട് ഹിജറ 1448 ആയിട്ടിക്കടെ ഞങ്ങൾ എല്ലാവരും ഇതാ കാല് വെച്ചത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ചൊന്നതായിട്ടിക്കടെ. മാത്രമല്ല പരിശുദ്ധമായ മുഹറം തിങ്കളിലെ തുടക്കമായിട്ടിക്കടെ ഷഹറുല്ലാ അള്ളാഹുടെ തിങ്കളുടെ അറിയപ്പെടുകയാണിക്കത്തെ ആ മുഹറം തിങ്കളിലെ ഫസ്റ്റ് നാളിലായിട്ടിക്കടെ ഞങ്ങൾ എല്ലാവരും ഉള്ളു. സ്റ്റാർട്ടിങ്ങിൽ ഏതൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കടാണ് കണ്ടെങ്കിൽ, ഖൈറാത്തുകൾ ചെയ്യടാണ് കണ്ടെങ്കിൽ, തുടക്കം നല്ലായത്തിന് കണ്ടെങ്കിൽ, പിന്നെ ബാക്കി എല്ലാ വിഷയം വലിയ റാഹത്തായിട്ടിക്കടെ ചൊല്ലനായ ദിക്റെല്ലാം ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നതായിട്ടിക്കടെ. അതേപോലെ ഇണ്ടാക്കുണായ പ്രധാനപ്പെട്ട ഒരു ദ്വാം കൂടി ഇൻഷാ അല്ലാഹ് ഇതിൽ നാ ചൊന്നോണ്ടുള്ള. അതേപോലെ പരിശുദ്ധമായ ഈ ഷഹറുല്ലാഹിൽ മുഹറം തിങ്കളിൽ ഫസ്റ്റ് 10 നാളുകൾ വലിയ മഹത്വമായിട്ടിക്കടുള്ളത്. വർഷത്തിൽ 3-10 വലിയ മഹത്വമുണ്ട് ഞങ്ങൾക്കൊന്നുണ്ടോ. അതിലൊരു 10 ആയിട്ടിക്കടെ മുഹറം തിങ്കളെ ഫസ്റ്റ് 10 നാൾ വലിയ ബഹുമാനിക്കണായ എനിക്കത്തെ ഇബാദത്തെടുക്കണായ എനിക്കത്തെ ദുആക്ക് ഇജാബത്തുള്ള എനിക്കത്തെ 10 നാളായിട്ടിക്കടെ. ഈ ഒരു 10 നാളിലായിട്ടിക്കടെ പരിശുദ്ധമായിട്ടുള്ള ആശൂറാ നാളെല്ലാം വേണ്ടത് ഇൻഷാ അല്ലാഹ്. ഈ ഒരു 10 നാൾ ആക്കുണായ കാര്യങ്ങൾ ചൊല്ലുണായ ദിക്റങ്ങും കൂടിയായിട്ടിക്കടെ ഇന്ത്യ നാണെങ്കിൽ ഒട്ടിക്ക് ചൊല്ലത്. ഏതായിട്ടും പുതിയൊരു ഹിജറ കാലണ്ടർ ഞങ്ങളെ മുന്നിൽ എത്തുമ്പോൾ എന്തിനായിട്ടിക്കടെ മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജറ ചൊന്നെങ്കിൽ എന്തിനായിട്ടിക്കടെ ഹിജറ കാലണ്ടർ ഉണ്ടാവുക കാണുമെന്തിനായിട്ടിക്കടെ ഹിജറ കാലണ്ടർ എപ്പായിട്ടിക്കടെ വന്നത് ഈ വിഷയമെല്ലാം ഞങ്ങൾക്ക് കൊന്തു വേണോ. മഹാനായിട്ടുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തിൽ ഇങ്ങനത്തെ ഒരു ഹിജറ കാലണ്ടർ ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു വർഷ കണക്കാക്കണമെങ്കിൽ ഒരു കാലണ്ടർ സിസ്റ്റം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തിലില്ല. ആ ടൈമിലുള്ള എന്തിനാക്കി വന്നെങ്കിൽ ആ ടൈമിൽ എന്തെങ്കിലും ഒരു ഘട്ടന നടന്നിട്ടുന്നതിന് കണ്ടെങ്കിൽ ആ ഒരു ഘട്ടൻ്റെ കണക്കാക്കിയിട്ട് ഈ ഒരു ഘട്ടന നടന്നിട്ട് ഇത്ര 84 അങ്ങനെ ആയിട്ടിക്കടെ പണ്ട് കാലത്തിൽ ഡേറ്റ് എല്ലാം ചൊന്നുകൊണ്ടിരുന്നത്. മഹാനായിട്ടുള്ള ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയായിട്ടിക്കടെ അയാളെ കാലത്തിൽ മഹാനായിട്ടുള്ള അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയായിട്ടിക്കടെ വലിയ മഹത്വമുള്ള ഗണിക്കത്തെ മുത്തനബി തങ്ങളെ കാലത്തിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാലത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തിലും ജാഗിലും ഗവർണറായിട്ട് സേവനാക്കുക സൗഭാഗ്യം കിട്ടിയ എനിക്കത്തെ വലിയ മഹാനായിട്ടിക്കടെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അയാൾ ഒരു ലെറ്റർ മഹാനായിട്ടുള്ള ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എഴുതര്. നിങ്ങൾ ചുമ ലെറ്ററെല്ലാം നിങ്ങൾക്ക് എടുത്തിറാറല്ലേ. അത് പല ലെറ്ററെല്ലാം ഏത് വർഷത്തിൽ വേണ്ടി അതിൽ നിങ്ങൾ പാസ്സാക്കണം ചൊന്നിട്ടോ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൊന്താവില്ല. അതുകൊണ്ട് ഒരു വർഷ കണക്കാക്കുന്ന എനിക്കത്തെ ഒരു കാലണ്ടർ സിസ്റ്റം നിങ്ങൾ കൊമ്പറിനോ ചൊന്നിട്ടോ ഒരു അഭിപ്രായം എഴുതിയിട്ട് മഹാനായിട്ടുള്ള അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചൊന്നിട്ടാവത്തുകോ മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യെസ് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഗൊന്താവടോ. അങ്ങനെ പ്രധാനപ്പെട്ട സ്വഹാബിമാരെല്ലാം വിളിച്ചിട്ട് ഒരു അഭിപ്രായം കേൾക്കട്ടെ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കാലണ്ടർ റെഡിയാക്കണം. എല്ലാവരും ചൊന്നാർ യെസ് കറക്റ്റ് ആയിട്ടിക്കടെ ഒരു കാലണ്ടർ നിങ്ങൾക്ക് അഗത്യമായിട്ട് ചൊന്നിട്ടാകുമ്പോൾ ഏത് ടൈം ഏത് വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഏത് വിഷയ അതിനെ കണക്കാക്കിയിട്ട് നിങ്ങൾ ആ ഒരു കാലണ്ടർ റെഡിയാക്കണേ കേൾക്കുമ്പോൾ ചില സ്വഹാബത്തിന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനന നോക്കിയിട്ട് നിങ്ങൾ കണക്കാക്കുക. ചില സ്വഹാബത്തുൽ കിറാം ചൊന്നാൽ അത് വേണ്ട മുത്തുനബി തങ്ങളെ നുബുവത്ത് നോക്കിയിട്ട് കണക്കാക്കുക. ചില സ്വഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണക്കാക്കുക. പല അഭിപ്രായങ്ങൾ ചൊന്നതിന് കണ്ടെങ്കിലും മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലോ അതേതും വേണ്ട നമുക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നല്ലേ ഹിജ്റാൻ ചൊല്ലത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുസ്ലിമീങ്ങൾ സ്വതന്ത്രമായിട്ട് നിസ്കരിക്കുകയും ഒരു പള്ളി നിർമ്മാണമാക്കുകയുള്ള ഒരു ചാൻസ് കിട്ടിയത് ഈ ഒരു ഹിജ്റത്തിൽ പിന്നെ ആയിട്ട്. അതുകൊണ്ട് ഹിജ്റ കണക്കാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു കാലണ്ടർ റെഡിയാക്കുവാണ്ട് മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊന്നിട്ടാകുമ്പോൾ ഉമർ തങ്ങ വന്നായിട്ട് കറക്റ്റ് ഞങ്ങൾക്ക് ഹിജ്റ കാണും. അൽ ഹിജ്റത്തു ഫറഖത്തു ബൈനൽ ഹഖി വൽ ബാത്തിൽ. ഹക്കും ബാത്തിലും വേർതിരിഞ്ഞത് ഹിജ്റ കൊണ്ടായിട്ടിക്കടെ. അപ്പോൾ ഹിജ്റ കൊണ്ട് അങ്ങ് എന്താക്കുക ഒരു കാലണ്ടർ റെഡിയാക്കുവാണ്ട് മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗൊന്തായിട്ട് അങ്ങനെ ആയിട്ടിക്കടെ ഈ ഒരു ഹിജ്റ കണക്കാക്കിയിട്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ എല്ലാം വിട്ടിട്ടു. അത് 53 വയസ്സാവത്തുകോ എല്ലാം വിട്ടിട്ടു. കുടുംബ വിട്ടിട്ടു, റായത്തെ വിട്ടിട്ടു, എല്ലാം വിട്ടിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയില്ലേ. അതൊരു ആ ഒരു
പാലായനാൻ ചൊല്ലത് അത് ചെറിയ വിഷയം എന്തോ അല്ല, ജീവിതത്തിൽ നമുക്ക് വലിയ പാട് തന്നെ എനിക്കത്തെ ഒരു വിഷയം കൂടിയായിട്ട്. അപ്പോൾ ഹിജറ കണക്കാക്കിയിട്ട് ഈ ഒരു കാലണ്ടർ റെഡിയാക്കിടാറ്. പക്ഷേ ഹിജറാൻ ചൊല്ലത് നടന്നത് അത് സഫർ തിങ്കളിലും റബീഉൽ അവ്വൽ തിങ്കളുമായിട്ടായിട്ട് നടന്നത്. പിന്നെ എങ്ങനെ ആയിട്ട് വർഷത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മുഹറം തിങ്കൾ വരവ് കാണാം. ഇതും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം കേട്ടിട്ടാകുമ്പോൾ ഒരു വർഷത്തെ സ്റ്റാർട്ടിങ് ഏത് തിങ്കൾ വരുമ്പോൾ ചില സ്വഹാബത്ത് ചൊന്ന റബീഉൽ അവ്വൽ വരട്ട്, ചില സ്വഹാബത്ത് ചൊന്തു പരിശുദ്ധമായ റമളാൻ തിങ്കൾ വരട്ടുണ്ടല്ലോ ചൊന്നിട്ടാകുമ്പോഴത്തേക്കോ മുഹറം തിങ്കളെ മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കുക കാണാൻ ചൊല്ലത്. മുഹറം ചൊല്ലത് ഒന്നാമത്തത് യുദ്ധം ഹറാമായ ശ്രേഷ്ഠമായിട്ടുള്ള 4 തിങ്കളിൽ ഒരു തിങ്കളായിട്ട് പരിശുദ്ധമായ മുഹറം തിങ്കൾ. അതേപോലെ ഹാജിമാരെല്ലാം ഹജ്ജെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് എല്ലാം ശുദ്ധമായിട്ട് ഒരു തപ്പുമില്ലാത്ത പോലെ നല്ല റാഹത്തിൽ ചന്തത്തിൽ അതാ റായത്ത് എത്ര എനിക്കെത്ത ഒരു ടൈമും കൂടിയായിട്ട് ഈ മുഹറം തിങ്കൾ തുടക്കാൻ ചൊല്ലത്. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം തിങ്കൾ നിങ്ങൾ ആ വർഷത്തെ ഒന്നാമത്തെ തിങ്കളായിട്ട് നിങ്ങൾ കണക്കാക്കുവാനായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ അണ്ടങ്ങ് എത്തിയാൽ ഇതുകൊണ്ടായിട്ട് ഒരു ഹിജ്റ കാലണ്ടർ ഈ ഒരു സിസ്റ്റം പറകു കാണാണ്ട് ഈ സമയത്തിൽ ഞങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുവാനായിട്ട് ചിലപ്പോൾ ഈ വിഷയം നിങ്ങൾ ഗൊന്തില്ലാത്തെങ്കിൽ ഒന്ന് ഗൊന്താകുവാനായിട്ട് ഈ ഒരു വിഷയം എന്നാണ് ചൊന്നാണ്ട് മാത്രം ഏതായിട്ടും പരിശുദ്ധമായ മുഹറം തിങ്കൾ ഇതാ ഞങ്ങൾക്ക് തുടങ്ങിയിട്ടായിട്ട് അതിലെ ഒന്നാമത്തെ നാളിലായിട്ട് ഞങ്ങൾ ഉള്ളത്. അപ്പോൾ നല്ലോണം ഞങ്ങൾ ശ്രദ്ധിക്കണായിരിക്കത്ത ഒരു വിഷയം. ഒന്നാമതായിട്ട് മുഹറം തിങ്കൾ വലിയ ബഹുമാനമായിട്ട് ഉള്ളത്. പടച്ചിറപ്പ് 12 തിങ്കളിലെ വിഷയം ചൊന്നിട്ടോ അർബഅത്തുൻ ഹുറും 4 തിങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് ഖുർആൻ ചൊന്നതായിട്ട്. അപ്പോൾ ഈ ഒരു പരിശുദ്ധമായ മുഹറം ചൊല്ലുമ്പോഴത്തേക്കോ ഷഹറുല്ലാ അള്ളാഹുവിന്റെ തിങ്കളായിട്ട് അറിയപ്പെട്ടത്. ഒന്നാമതായിട്ട് ഞങ്ങൾ ആക്കണായത് ഈ തിങ്ങൾക്ക് വലിയ ബഹുമാനം കൊടുക്കണോ, ഇതൊക്കെ ഞങ്ങൾ വലിയ ഒരു സ്ഥാനം ഈ ഒരു ഞങ്ങളുടെ മനസ്സിൽ ആ മുഹറം തിങ്കളല്ലേ ചൊന്നിട്ടോ അതൊക്കെ ഒരു വലിയ ബഹുമാനം വലിയൊരു സ്ഥാനം ഞങ്ങളുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് എത്ര എന്തെല്ലാം നന്മകൾ ഈ ഒരു തിങ്കളിൽ നിങ്ങൾക്ക് ചെയ്യുക അവിടെ അതെല്ലാം നന്മകൾ നിങ്ങൾക്ക് എന്താക്കുക ഈ ഒരു തിങ്കളിൽ ചെയ്യുക. അതേപോലെ പരിശുദ്ധമായ ഈ ഒരു മുഹറം തിങ്കൾ നോമ്പിടിക്കുക പ്രത്യേകമായിട്ടുള്ള സുന്നത്തായിട്ട് ഒരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വന്ന് കേൾക്കടല്ല നബിയെ നാളെ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞെങ്കിൽ യാറെ ഏത് തിങ്കൾ നോമ്പിടിക്കട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നീ കേട്ടത് പരിശുദ്ധമായ റമളാൻ തിങ്കൾ കഴിഞ്ഞതിന് കണ്ടെങ്കിൽ നോമ്പിടിക്കുക ഏറ്റവും ശ്രേഷ്ഠമായ തിങ്കൾ മുഹറം തിങ്കളായിട്ട് അഫ്ദലു സ്വയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞെങ്കിൽ നോമ്പിടിക്കുക ശ്രേഷ്ഠമായ തിങ്കൾ മുഹറം തിങ്കളായിട്ട് സാധ്യമാവുന്നുണ്ടെങ്കിൽ മുഹറമിലെ ഫസ്റ്റിലെ 10 നാളും എന്താക്കുക നോമ്പിടിക്കുക. അതല്ലെങ്കിൽ സാധ്യമാവില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഒലിമ്പും 10 താസു ആഷൂറയുടെ നോമ്പിടിക്കുക. അതൊക്കും സാധ്യമാവില്ലാണ്ടെങ്കിൽ ആഷൂറയുടെ ആ ഒരു നോമ്പിടിക്കുക വലിയ ശ്രേഷ്ഠതയായിട്ട് ഉള്ളത്. ഇനി പറഞ്ഞ തുടക്കത്തിൽ ഒന്ന് ജനിങ്ങനെ നോമ്പിടിക്കുമ്പോൾ എങ്ങനെ നീയത്ത് വെക്കൊണ്ട് കേൾക്കണമെങ്കിൽ മുഹറം 1 സുന്നത്ത് നോമ്പ് അള്ളാഹു ബേനായിട്ട് നാ പിടിക്കണായിട്ട് ഇത്ര നീയത്ത് വെച്ച് മയ്യോ. തിങ്കളാസ് വരുമ്പോൾ തിങ്കളാസിലെ സുന്നത്ത്, ബാലാസ് വരുമ്പോൾ ബാലാസിലെ സുന്നത്ത്. ഇനി ഖളാ ആയിട്ടുള്ള നോമ്പ് വരുമ്പോൾ അതിലെ ഒരു നീയത്തും കൂടി വെച്ചിട്ട് ആ ഒരു നോമ്പ് പിടിക്കണമെങ്കിൽ ആ ഖളാ ആയ നോമ്പും കൂടി കിട്ടതായിട്ട്. അപ്പോൾ നോമ്പ് വലിയ മഹത്വമായിട്ട് ഉള്ളത്. മൂന്നാമത്തെ ഒരു വിഷയം ഇസ്തിഗ്ഫാർ ആയിട്ട് ധാരാളമായിട്ട് ഒരു വർഷത്തെ തുടക്കത്തിൽ ധാരാളമായിട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഈ ഒരു 10 നാളില് ഈ ചില ആൾമാർ ഫോണാക്കി കേട്ടുകൊണ്ടുള്ള ഈ ഒരു ഫസ്റ്റിലെ 10 നാല് അകവൊക്കലാക്കമ മങ്ങിലാക്കമ ആ കടയ്ക്ക് എന്തും തൊന്തരില്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പറവ് കാണുന്നിരുന്നെങ്കിൽ മുന്നത്തെ ആൾമാർ എങ്ങനെ വെച്ചെന്നെങ്കിൽ ഈ 10 നാളും അങ്ങ് നോമ്പടിച്ചിട്ട് വിവാദത്തിൽ മാത്രം ഷൂലായോണ്ട് എന്നാൽ അങ്ങ് വേറെ ഏതും ചിന്തയില്ല. അപ്പം മനുഷ്യന്മാർ എന്താക്കിയെന്നാൽ 10 കഴിഞ്ഞിട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ എന്താ വെച്ചുകൊണ്ടിരുന്നാൽ അതല്ലാട്ട് വേറെ എന്തെങ്കിലും ഈ ഒരു 10 നാളിൽ ഓരോ കാര്യക്രമം വെക്കിടേക്ക് യാതൊരു നിലക്കുള്ള തൊന്തര ഇല്ലാണ്ടായിട്ട്. മൂന്നാമത്തേത് ദുആ ആയിട്ട് ചുമ്മ നമുക്ക് എന്താക്കുക ദുആർക്കാണെന്ത് ഫസ്റ്റിലെ ഈ തുടക്കത്തിൽ ധാരാളമായിട്ട് ദുആർന്നേട് കണ്ടെങ്കിൽ വർഷപൂർത്തി വലിയ ബറക്കത്തായിട്ട് നമുക്ക് കിട്ടത്. അതേപോലെ മഹാന്മാർ പഠിപ്പാണ്ടി തന്നെ കേൾക്കത്തെ ഈ ഒരു ദുആ നമുക്ക് എന്താക്കുക ഓരോ നാളിലും ഒരു 10 കൊടുത്തോളം ഓരോ നാളും ഒരു 3 വട്ടം ഇങ്ങനെ ദുആർക്കാണെങ്കിൽ ശൈത്താന്റെ ഷർറിൽ നിന്നിട്ട് അത് മനുഷ്യ ശൈത്താനാവട്ടെ ബാക്കി ശൈത്താനാവട്ടെ എല്ലാ ശൈത്താന്മാരെ ഷർറിൽ നിന്നിട്ട് വലിയ കാവലായിട്ട് പടച്ചോളും തൻ്റെത് ആ ഒരു ദുആ വേണമെങ്കിൽ നമുക്ക് എന്താക്കുക ഒരു വട്ട ഒട്ടികമേ ചൊല്ല 3 വട്ടമായിട്ട് ഓരോ നാളും ദുആർക്കുണായത്. അപ്പോൾ ഇങ്ങനെയായിട്ട് ആ ഒരു ദുആ ഞങ്ങൾ ദുആർക്കുണായത് അല്ലാഹുമ്മ ഇന്നക ഖദീം വഹാദൽ ആമു ജദീദുൻ ഖദ് അഖബൽ വസനതുൻ ജദീദതുൻ ഖദ് അഖബലത് നസ്അലുക മിൻ ഖൈരിഹാ വനഊദു ബിക മിൻ ശർരിഹാ വനസ്തഗ്ഫീക ഫവാതഹാ വശുഗ്ലഹാ ഫർസുഖ്നൽ
العصمة من الشيطان الرجيم اللهم إنك سلطت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وشمائلنا يرانا هو وقبيله من حيث لا نراهم اللهم آيسه منا كما آيسته من رحمتك وكنته منا كما كنته من عفوك وباعد بيننا وبينه كما حلت بينه وبين مغفرتك إنك قادر على ذلك وأنت الفعال لما تريد وصلى الله على سيدنا محمد وعلى آله وصحبه وسلم നല്ലൊരു അർത്ഥമുള്ള ഗണിക്കത്തെ ദുആയിട്ടിക്കടെ ശപിക്കപ്പെട്ട ഗണിക്കത്തെ ഷൈത്താന്റെ ഷർറിൽ നിന്നിട്ട് കാവൽ അതേപോലെ ഷൈത്താന്റെ അതേ സ്വഭാവമുള്ള ഗണിക്കത്തെ ആൾമാരെ ആ ഒരു ഷർറിൽ നിന്നിട്ട് കാവൽ നിങ്ങൾക്ക് ഉപദ്രവന്റെ ഗണിക്കത്തെ സിഹറാക്ക് ഗണിക്കത്തെ നിങ്ങൾക്ക് കണ്ണേറ് തട്ട പോലത്തെ എന്തെല്ലാം ഷർറുകളുണ്ട് ആ എല്ലാ ഷർറിൽ നിന്നിട്ടുള്ള കാവൽ കേൾക്കണ ഗണിക്കത്തെ നല്ലൊരു ദുആയിട്ടിക്കടെ ഓരോ നാളും ഇൻഷാ അല്ലാഹ് മുഹറമുടെ ഫസ്റ്റിലെ 10 നാൾ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഓരോ നാളും ഒരു 3 വട്ട ഈ ഒരു നല്ല ദുആ നമുക്ക് ദുആർക്കാം അതേപോലെ ഇനൊരു വിഷയം ചൊല്ലിയത് ആയത്തുൽ കുർസി ആയിട്ടിക്കടെ ഓരോ നാളും നമുക്ക് ഒരു കുറഞ്ഞതൊരു 33 ആയത്തുൽ കുർസി എങ്കിലും ഓതാ ആയത്തുൽ കുർസി നമുക്ക് വലിയ കാവലായിട്ട് കിടതേണ്ടത് അതേപോലെ ഇനൊരു കാര്യം ഞാൻ ചൊല്ലിയത് ധാരാളമായിട്ട് സ്വതക്കകൾ ചെയ്യുക ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ട് ഈ ഒരു 10 നാൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് നന്മകൾ ചെയ്യുക അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് നിങ്ങൾക്ക് ഓതാ ഓരോ നാളും നിങ്ങൾക്ക് ഗൊന്തുള്ള എണിക്കത്തെ ദിക്കറുങ്ങ ആ ദിക്കറുങ്ങെല്ലാം എന്താക്കുക ഒരു 100 വട്ട ഈ പ്രത്യേകിച്ച് 10 നാല് ബഹുമാനിച്ചിട്ട് ആദരെ ആ ഒരു ശ്രേഷ്ഠത്തെ അർത്ഥാക്കിയിട്ട് ഒരു 100 വട്ട നിങ്ങൾക്ക് ഗൊന്തുള്ള എണിക്കത്തെ കൊലേ ദിക്കറുങ്ങ കഴിഞ്ഞ ക്ലാസ്സെല്ലാം നിങ്ങൾ ചൊന്നതായിട്ടിക്കടെ അതൊരു ആ ഒരു 10 നാല് ധാരാളമായിട്ട് നിങ്ങൾ എന്താക്കുക ഇങ്ങനെ ചൊല്ല അതേപോലെ ധാരാളമായിട്ട് സ്വതക്കകൾ ചെയ്യുക ഇങ്ങനെ ഓരോ ഇബാദത്തും വലിയ പ്രതിഫലമായിട്ടിക്കടെ വലിയ ശ്രേഷ്ഠതയായിട്ടിക്കുള്ളത് പടച്ചോ നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അതേപോലെ എപ്പോഴും ചൊല്ലിയ വിഷയമായിട്ടിക്കടെ എല്ലാ തിങ്കളിലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഉംറ പാക്കേജ് ഉണ്ടോ ഇത് ജൂൺ 28 താരീഖായിട്ടിക്കടെ ജൂലൈയിലുമുണ്ട് അഗസ്റ്റിലുണ്ട് എല്ലാ തിങ്കളിലും നിങ്ങളെ ഉംറ പാക്കേജ് ഉണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒട്ടിക്ക് ബണ്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ കോൺടാക്റ്റ് ആവർ പഠിച്ചോ നിങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കോ അല്ലാഹു തൗഫീഖ് തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു